ഇന്നുണ്ടല്ലോ കാരണവരെ വീട്ടിൽ നോമ്പ് തുറയാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയേട്ടാ. അവിടെ പോകുമ്പോഴേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ബാങ്കിൻ്റെ ടൈമും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്നാക്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവെക്കലാന്ന്. നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിൻ്റെ വീട്ടിലെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെക്കലും ബാങ്കിൻ്റെ ടൈം ആകാനായപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഓരോരോ ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരോ ആൾക്കാരെ വരാനുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ബാങ്കിൻ്റെ ടൈം ആയപ്പോൾ എല്ലാവരും നോമ്പ് മുറിക്കലാന്ന് കേട്ടോ. ഞാൻ വലിയവരാരുടെയും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ആർക്കും വീഡിയോൻ്റെ മുന്നിൽ വരാൻ അത്രയ്ക്ക് താല്പര്യമില്ല. പിന്നെ മേലെ ഫോട്ടോഗ്രാഫർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഓരോരാളെ ഫോട്ടോ എടുത്തിട്ട് ഇവന് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് പിള്ളേരൊക്കെ ഓൻ്റെ ചുറ്റും കൂടി നടക്കലായിരുന്നു അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വേഗം നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേട്ടാ. ആണുങ്ങൾ പള്ളിയിൽ പോകാനുണ്ടായതുകൊണ്ട് അവർ വേഗം ഇരുന്നിട്ടാ. അങ്ങനെ അവർ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മളും പിന്നെ ഇരുന്നിട്ടുണ്ടായിനെ. ബീഫ് കറിയും പത്തലും നെയ്ച്ചോറും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയിട്ട് പിന്നെ അവരെ ഉമ്മാനെയും അനിയത്തിനെയും മക്കളൊക്കെ വീട്ടിലാക്കിയിട്ട് ഞാനും നൂറും കൂടി ഒന്ന് അടുത്ത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി എത്തിയപ്പോൾ ഒന്നും നല്ല മീനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് കല്ലുമ്മക്കായൊക്കെ വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പ് കിട്ടുന്ന ഷോപ്പുണ്ട് കേട്ടോ. പിന്നെ നൂറ് പറഞ്ഞു നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മീൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല, കല്ലുമ്മക്കായ ഉണ്ടായിരുന്നേ. അങ്ങനെ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ ആ ഷോപ്പിലോട്ട് പോയി. നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കുലിക്കും അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവിടെ എത്തി. അവിടെ നിന്ന് അട്ടിപ്പൊളി പോത്തുംകാലിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി അത് കഴിക്കലാണ് കേട്ടോ. നൂറ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ, എന്നോട് പറഞ്ഞ് നീ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കഴിച്ച് പിന്നെ ഉപ്പിലിട്ട് ഒരു പൈനാപ്പിളും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു ലൈം സോഡയും കുടിച്ചിട്ട് നമ്മൾ അടന്നിറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.